ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നല്ലേ, നമുക്ക് മീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് ഒരു വെറൈറ്റി രീതിയിൽ മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്. മീനൊക്കെ വറക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നിവിടെ ഒരു 5 അയില വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ചുമന്നുള്ളി, ഒരു വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായി? നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ ദേ ഇവിടെ കണ്ടോ, നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതുപോലെ അരയണം കേട്ടോ. അത്രയും സാധനങ്ങൾ ഒന്നിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മളതൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ട് അതിന് അതായത് മീനിന് എത്ര വേണോ ഉപ്പ് അത്രയും ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ ഒരു മുളക് ഓൾറെഡി ഉള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം കേട്ടോ. അത് നമ്മൾ നല്ലവണ്ണം കൈ കൊണ്ട് അങ്ങ് പുരട്ടണം, നല്ലതുപോലെ പുരട്ടണം. മുളക് പൊടി ഒന്നും ഏറെ വാരി ഇടണ്ട, നിറത്തിനിട്ടാൽ മതി. ഓൾറെഡി നമ്മൾ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട്, പച്ചമുളകും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിക്ക് വേണ്ടി. ഇതിനകത്തോട്ട് നമ്മുടെ മീനെല്ലാം പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് മീനിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പിഴുത് കളഞ്ഞേക്കണം. അല്ലെ വറുത്ത് കഴിയുമ്പോൾ മീനൊക്കെ മുള്ളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അതൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ വറുത്ത് കഴിയുമ്പോൾ മുള്ളൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് നിൽക്കാതെ. ഈ അരപ്പ് നല്ലതുപോലെ വയറിനകത്തും എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം. മനസ്സിലായോ? നല്ലതുപോലെ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് 10 5 മിനിറ്റ് അത് കുഴപ്പമില്ല. അത് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇച്ചിരി നേരം വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് വെക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഉപ്പ് അരി എല്ലാം അതിനകത്ത് അങ്ങ് പിടിച്ചോളും. അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒത്തിരി മുളക് പൊടി ഒന്നും വാരി ഇടാതെ കുരുമുളക് പൊടി, പച്ചമുളകൊക്കെ നല്ല എരിയുള്ളത് അരയ്ക്കണം. നല്ലതുപോലെ അരച്ച് രണ്ട് മസാലയൊക്കെ പുരട്ടി ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തവയെടുത്ത് അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് വറുത്ത് കോരാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കുമുണ്ടല്ലോ നമുക്ക് മീൻ പെറുക്കിയിടണം. അതിന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ മീനും പെറുക്കിയിട്ട്, ഇത് 5 അയിലേ ഉള്ളൂ. അത്ര സുമാറുള്ള സുന്ദരിയായ അയിലയൊന്നും അല്ലായിരുന്നു. വെട്ടിക്കഴുകി വന്നപ്പോഴത്തേക്കിന് ഈ പരുവൊക്കെ ആയിപ്പോയി. അപ്പോൾ തലയോട് കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. തല വേണ്ടവർ തിന്നും, വേണ്ടാത്തവർ തിന്നത്തില്ല. 5 അയിലയുണ്ട്. അത് 5 ഞാൻ ആ എണ്ണ ചൂടായ തവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് നമ്മൾ എല്ലാം വിട്ട് എണ്ണയ്ക്കകത്ത് മുങ്ങിയൊന്നും കിടക്കണ്ട. എണ്ണത് പൊരിച്ചെടുക്കുന്ന രീതിയിൽ മാത്രം ഇട്ടിരുന്നാൽ മതി. ഇട്ടിട്ട് ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് ഒരു കറിവേപ്പില അങ്ങും ഇങ്ങും ഓരോ കമ്പ്, ഓരോ തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണേ. ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു പകുതിക്ക് വേവായിട്ടുണ്ട് ഒരു വശവേ. ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പം ഞാനിവിടെ മീൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ആ വശം കൂടെ ഒന്ന് മൂക്കട്ടെ. ഒത്തിരി മൂത്തൊന്നും പോകണ്ട കേട്ടോ. എന്ന് വെച്ചാൽ പ്രായമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പെറുക്കി തിന്നാൻ പരുവത്തിലുള്ളത്. മൂത്ത് പോയ പല്ലൊക്കെ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാകും. ഇവിടെ മീൻ വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറന്നു പോകരുത്. ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാനുള്ള പ്രചോദനവും ലഭിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. പുതിയതായിട്ടാണ് ആരെങ്കിലും
ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളായി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷ വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലും ഷെയർ ചെയ്യുന്ന കാര്യത്തിലും ഒന്നും പിശുക്കം കാണിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം.